നമസ്കാരം. ഈ ആഴ്ച നമുക്കൊപ്പം ശ്രീ ശ്യാം പുഷ്കരൻ. സ്വാഗതം. കുമ്പളങ്ങി നൈറ്റ്സ് ഇങ്ങനെ സ്വച്ഛ സുന്ദരമായി തിയേറ്ററിൽ ഓടുകയാണ്. ഞാൻ ഇന്നലെയാണ് സിനിമ കാണുന്നത്. ഒരുപാട് പേര് ഫേസ്ബുക്കിൽ കേൾക്കുന്നുണ്ട്, കഥാപാത്രം വിട്ടുപോകുന്നില്ല, കൂടെ വരുന്നു എന്നുള്ളത്. ഞാൻ നേരെ തിരിച്ചാണ് പറഞ്ഞത്. നമ്മൾ അവിടെ പോയി ഇരുന്ന് ഈ ആളുകളെ കണ്ടതുപോലൊരു ഒരു ഫീലാണ്. ശ്യാമിന് കിട്ടുന്ന റെസ്പോൺസും ഒക്കെ അതുപോലെ ആയിരിക്കും. എന്താണ് എഴുത്തിൽ മാത്രമല്ല നിർമ്മാണത്തിൽ കൂടെ പങ്കാളിയാണ്. എഴുത്തുകാരനെയും നിർമ്മാതാവിനെയും ഒരുപോലെ സന്തോഷിപ്പിക്കുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ് സിനിമ. ശരിക്കും സത്യസന്ധമായിട്ടുള്ള കാര്യം രണ്ടുപേരെയും ഭയങ്കരധികം സന്തോഷിപ്പിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു ഇത് വന്നപ്പോൾ, ഇത് എങ്ങനെ എടുക്കും ആൾക്കാരെന്നുള്ള കാര്യത്തിൽ. ഞാൻ അങ്ങനെ ടെൻഷനില്ലായിരുന്നു, ക്യൂരിയസ് ആയിരുന്നു. ചിലപ്പോൾ കുറച്ച് കാര്യങ്ങൾ എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടുണ്ട്, ആൾക്കാർ എന്താണ് പറയുക, എന്നാൽ തന്നെ എത്ര ഇഷ്ടപ്പെടും, ഇഷ്ടപ്പെട്ടാൽ തന്നെ എത്ര ഇഷ്ടപ്പെടും, തിയേറ്ററുകൾ നിറയോ, അങ്ങനെയൊക്കെ ആയിരുന്നു ഐഡിയ. പക്ഷെ എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട്. കുമ്പളങ്ങി മഹേഷിന് മുമ്പേ മനസ്സിലുണ്ടായിരുന്ന കഥയാണോ? അതെ, മഹേഷിന് മുമ്പേ ഈ രൂപത്തിലായിരുന്നില്ല. പക്ഷെ കുറച്ച് നാൾ മുമ്പേ സജി നെപ്പോളിയൻ എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ട്, കുമ്പളങ്ങിക്കാരൻ. അപ്പോൾ അവൻ്റെ വീട്ടിൽ പോയിട്ടുള്ള അനുഭവങ്ങളും രാത്രി ഭയങ്കര ബ്യൂട്ടിഫുൾ ആണെന്ന് എനിക്ക് മനസ്സിലായതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഫിഷിങ്ങും നമ്മൾ മീൻ പിടിക്കുക, അവിടെ നിന്ന് ചോറിന്, അതാണ് നമ്മുടെ ദാരിദ്ര്യകാലത്തെ വലിയൊരു ആശ്രയം. അപ്പം അങ്ങനെ ആ സമയത്ത് തന്നെ ഈ രാത്രികളിൽ അവിടെ ഭയങ്കര ഭംഗിയാന്ന് വിചാരിച്ചിട്ട് ആ മൂഡിലൊരു പടം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പിന്നെ എന്താണ് അങ്ങനെ ലേറ്റ് ആയത് ഈ പരുവത്തേക്ക് എത്താൻ? മധു അസോസിയേറ്റ് ഡയറക്ടറാണ്, മധു അസിസ്റ്റന്റ് ആയിരുന്നു, അസോസിയേറ്റ് ആയിരുന്നു. മധുവിനും ഒരു കോൺഫിഡൻസ് വരണം, എനിക്കും ഒരു കോൺഫിഡൻസ് വരണം ഈ ഐഡിയയിൽ. അങ്ങനെ ലെയറുകളൊക്കെ പതുക്കെ പതുക്കെ ആഡ് ചെയ്യപ്പെട്ടായിരുന്നു. ആദ്യം നമ്മൾ ആലോചിക്കുമ്പോൾ അൽപ്പനചൂരനായിരുന്നു മൂത്ത സജിയുടെ ക്യാരക്ടർ ചെയ്യുന്നത്. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ആലോചനയൊക്കെ. അപ്പോൾ ഒരുപാട് മാറ്റങ്ങളിലൂടെ കറങ്ങി ഇപ്പോൾ ഇതുപോലെ വളരെ വ്യത്യസ്തമായ സ്വഭാവമുള്ള ഒരു 3-4 പേരാണ്. ഇതുങ്ങളൊക്കെ എവിടെ നിന്നാണ് പറക്കെടുത്തത്? ഇവരെ എവിടെ നിന്നാണ് കിട്ടിയത്? ഈ സജിയുടെ 4 ബ്രദേഴ്സ് ഉണ്ട്. അല്ലാണ്ട് എനിക്ക് ഈ ബ്രദേഴ്സിന്റെ സിനിമ ചെയ്തോന്ന് എനിക്ക് ബ്രദേഴ്സ് ഇല്ല. അപ്പോൾ ഞാൻ പലപ്പോഴും ബ്രദേഴ്സിന്റെ റിലേഷൻഷിപ്പ് കാണുമ്പോൾ ഇവർ ഡൈനാമിക്സ് ഭയങ്കര രസമാണ്. ഇവർ മാറ്റർ ഓഫ് ഫാക്ട് ആയിരിക്കും ബ്രദേഴ്സ് തമ്മിൽ സംസാരിക്കുമ്പോൾ, വേറൊന്നും ആയിരിക്കില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തൽ കൂടുതലായിരിക്കും. അപ്പോൾ ഇവരുടെ ഡൈനാമിക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ബ്രദേഴ്സ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ചും ഇത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും 4 ബ്രദേഴ്സിനെ വെച്ചിട്ട് കഥ എഴുതണമെന്ന് ആഗ്രഹമുണ്ട്. പണ്ട് IFFക്ക് ക്രേസി എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായിരുന്നു, ഫ്രഞ്ച് പടമാണ്. ഇങ്ങനെ ഒരു ഫാമിലിക്ക് 4 മക്കളുടെ കഥയാണ്. അപ്പോൾ ആ സിനിമയൊക്കെ എന്നെ വല്ലാണ്ട് സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് 4 ബ്രദേഴ്സിന്റെ കഥ പറയാമെന്നുള്ള ഐഡിയയിലേക്ക് എത്തിയത്. ഈ സിനിമ തന്നെ ശ്യാം ഒന്നുകൂടി ഒന്ന് വികസിപ്പിച്ചുള്ളൊരു നോവലായിട്ട് എഴുതാമെന്ന്. കാരണം ഭയങ്കര ഡീറ്റെയിലിംഗ് ആണ് പല സ്ഥലത്തും. എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ്, ഭയങ്കര ഡീറ്റെയിലിംഗ്. ക്യാരക്ടേഴ്സ് പറയുന്ന കാര്യമായാലും അവരാരാണ് എന്ന് പറയുന്ന കാര്യത്തിലൊക്കെ ഭയങ്കര രസമൊരു ഡീറ്റെയിലിംഗ് ആണ്. വേറെ കാര്യം ചോദിക്കാനുള്ളത്, ഈ പേരുകൾ അവിടെ നിന്ന് കിട്ടിയെന്നുള്ളതാണ് ഭയങ്കര രസവും. ജപ്പാൻ കുഞ്ഞെന്നൊക്കെ നമ്മൾ ഒറ്റ സീനിൽ ഒരു പ്രാവശ്യമാണ് പേര് പറയുന്നത്, പക്ഷെ ഭയങ്കര സ്ട്രൈക്കിംഗ് ആണ്. ഈ പേരുകളൊക്കെ എങ്ങനെ കിട്ടി? ഈ ക്യാരക്ടറൈസേഷനൊക്കെ ആലോചിച്ച് ഉറപ്പിച്ച് ഇവന് ഇങ്ങനെ വേണം, ഇതിങ്ങനെ ആയിരിക്കണം എന്ന് ഉറപ്പിച്ച് തീരുമാനിച്ച് ചെയ്യാം. അതെ, കോൺഷ്യസ് എഫർട്ട് തന്നെയുണ്ട് പേരിന്റെ മുകളിലായിട്ട്. കാരണം പേര് സിനിമയിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അയാൾ ആ നാട്ടുകാരനാക്കുന്നതും ആ പ്രദേശക്കാരനാക്കുന്നതും ആ പേര് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഇപ്പം ഷമ്മി എന്നുള്ള പേരായാലും ബോബി എന്നുള്ള പേരായാലും ബോണി, ഇതൊക്കെ ബോണിയൊക്കെ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് ഒരുപാട് പേര്. സജി നെപ്പോളിയൻ എന്നുള്ള പേര് ഞാൻ അങ്ങനെ തന്നെ എടുത്തതാണ്. നെപ്പോളിയൻ എന്നുള്ള കുടുംബം. കാരണം സജിയാണ് എനിക്ക് അറിയാവുന്ന ആള്, സജിയുടെ പേര് ഞാൻ എടുക്കുമെന്ന് സജിയോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ബേബി മോൾ, കാരണം വീട്ടിലെ ഏറ്റവും ഇളയ പെൺകുട്ടിയാണ്. ചേച്ചി അമ്മയെ പോലെ വളർത്തിക്കൊണ്ടുവരുന്ന കുട്ടിയാണ്. അപ്പൊ ആ ഓമനത്വം പേരിലും ഒക്കെ വേണം. ഈ ഫഹദ് ഫാസിലിനെ കുറിച്ച് നമ്മൾ പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ലെങ്കിൽ പോലും പുള്ളി ഈ ക്യാരക്ടർ ശ്യാം ചെന്ന് ഇതാണ് സംഭവം എന്ന് പറഞ്ഞപ്പോൾ പുള്ളിയുടെ ഒരു അറിയാനുള്ള ഒരു കൗതുകമാണ്. പുള്ളിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു? ഞാൻ ഇങ്ങനെ സീൻസ് പറഞ്ഞു, ഇങ്ങനെ കിച്ചണിൽ വരുന്ന സീനൊക്കെ. അതാണ് പടത്തിലെ സീൻ. അതെ അതെ, ഭിത്തിയിലൊക്കെ. അതെ അതെ. ഞാൻ അങ്ങനത്തെ 2-3 സീനുകൾ, ഇതിനേക്കാൾ കുറച്ചൊരു വൈൽഡ് ആയിട്ട് 2-3 സീനുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറ്റിയായിരുന്നു പിന്നീട്. പക്ഷെ അങ്ങനെ 2-3 സീനുകളാണ് ഞാൻ പറയുന്നത്. പുള്ളി എക്സൈറ്റഡ് ആയി പെട്ടെന്ന് തന്നെ. പിന്നീട് പുള്ളി അത് ചെയ്യണമെന്നും വേണോ എന്നൊക്കെ ആലോചിച്ചു, എന്നോട് ചോദിച്ചു, ഞാൻ ചെയ്യണോ, നിങ്ങൾക്ക് പ്രശ്നം, ഞാൻ അധികം ഇത് ഭാരമായി പോകും ചിലപ്പോൾ. പക്ഷെ പിന്നീട് പുള്ളി എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ, ഇപ്പോൾ 2-3 സിനിമകൾ ഞാൻ തുടർച്ചയായി ഹിറ്റായി നിൽക്കുകയാണ്, ഒരു നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യാനാണെങ്കിൽ ഇതാണ് നല്ല സമയം, ഇപ്പം ചെയ്യാൻ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഞാനിപ്പോൾ പരാജയപ്പെട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാധ്യത ഉണ്ടല്ലോ. ഞാൻ പരാജയപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യേണ്ട ഇതിപ്പോൾ. പക്ഷെ പുള്ളി എന്താണ് അല്ലേ, അതുവരെ മറ്റേ ഭയങ്കര ഈ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം നോക്കുന്ന വലിയ ചേട്ടനൊക്കെയാണ്. പക്ഷെ എന്താണ് എന്നുള്ളത് എനിക്ക് തോന്നുന്നു ആ ഫുട്ബോൾ കമ്പിപ്പാരിൽ കുത്തി നിർത്തുന്ന ഒരു സീനകത്ത് ഉണ്ട്. അതെ അതെ, എന്താണ്. അതുപോലെ തന്നെ ആദ്യം മറ്റേ ബൈക്കുമായിട്ട് വരുന്ന ചേട്ടൻ, ഞാൻ കൊണ്ട് വിടാൻ ചേട്ടാന്ന് പറയുമ്പോൾ വേണ്ട മോളെ എന്ന് പറഞ്ഞിട്ട് പോകുന്നതിനകത്തും അല്ലേ എന്തോ ഈ ചങ്ങായി എന്തോ ആണെന്നൊരു തോന്നുന്നുണ്ട്. അപ്പം ഭയങ്കര രസമായിട്ടാണ് ചെയ്തത്.
ഭയങ്കര പുള്ളി രസമായിട്ടാണ് ചെയ്യുന്നതല്ല, പക്ഷെ ഇത് ഭയങ്കര ഫസ്റ്റ് സിനിമയിലും മീശ വളരെ കൃത്യമാണ്. പുള്ളി തന്നെ കണ്ടുപിടിച്ചാണ് ഒരു മീശപ്രേമി അയക്കണം ഇയാൾ എന്നുള്ള കാര്യം. അത് ഫഹദ് ഫാസിലിന്റെ തന്നെ ഒരു അഡീഷനാണ്. ഒരു മീശപ്രേമിയെ നമുക്ക് ചെയ്യാം. പുള്ളി ഫുൾ ടൈം എപ്പോഴും മീശ നന്നായിക്കൊണ്ടിരിക്കുക. സമയം കിട്ടിയ ഒരു കണ്ണാടിയോ ചില്ലോ എന്തെങ്കിലും കണ്ട അപ്പം മീശ കയറി പിടിക്കും. അപ്പോൾ ഇത് ഫഹദ് ഫാസിലിന്റെ അഡീഷനാണ് മീശപ്രേമി എന്നുള്ളത്. അപ്പൊ ഇയാളുടെ ഒരു പേഴ്സണാലിറ്റിയും വെച്ച് നമുക്ക് തോന്നിയത് ഭയങ്കര നല്ലൊരു കാര്യമാണ്. അങ്ങനെ രസകരമായിട്ടുള്ള കാര്യങ്ങൾ സിനിമയിലേക്ക് കൊണ്ടുവരും. ഇപ്പൊ മഹേഷ് എപ്പോഴും കീ ചെയിൻ ആയിട്ട് നടക്കുന്നത്. അപ്പൊ ഈ കീ ചെയിൻ പുള്ളി തന്നെ പതുക്കെ ക്യാരക്ടർ ആവുന്നതിന്റെ ഭാഗമായിട്ട് ഓരോരുത്തർ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതെനിക്ക് പർപ്പസ് എന്തെങ്കിലും കൊണ്ടുവരും. അങ്ങനെ ഇതിനകത്തുമുണ്ട് എനിക്ക് തോന്നുന്ന ഈ കുടുംബത്തിന്റെ നായകസ്ഥാനം ഏറ്റെടുക്കാൻ വേണ്ടി ഞാൻ വെളിച്ചമുള്ള സ്ഥലത്തേക്ക് മാറി ഇരുന്നോട്ടെ അമ്മ എന്ന് വെച്ചിട്ട് കസേര ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരു സീൻ. അതിന് തുടർച്ചയായിട്ട് ഈ ബേബികളുടെ മരിച്ചുപോയി അച്ഛൻ്റെ പടം ബാക്കിലും പകുതി വിധത്തിലുള്ള ഒരു സീൻ. പക്ഷെ ആ സീനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു സീൻ എന്ന് പറയുന്നത് മഹേഷിന്റെ പ്രതികാരത്തിൽ കാമുയി വേറെ കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞതിന് ശേഷം ഒന്ന് പട്ടിക്ക് ചോറ് കൊടുക്കുന്ന ഒരു സീൻ. ഇപ്പോഴും ഫേസ്ബുക്കിലൊക്കെ ഈ പോത്തനം ബില്യൻസ് എന്നൊക്കെ എഴുതി ഭയങ്കര ഡീറ്റെയിൽസ് അതിന്റെ സീനുണ്ട്. ഈ സംഭവങ്ങൾ കണക്ട് ചെയ്യാനകത്ത് ശ്യാമിന്റെ ശ്യാമിന്റെ ഒരു വൈദഗ്ധ്യം എന്ന് തോന്നിയ 2-3 സീനുകൾ. അപ്പം അതിനകത്ത് തന്നെ ഈ മഹേഷിന്റെ പ്രതികാരത്തിലേക്ക് നയിച്ചൊരു ഇൻസിഡന്റ് ഉണ്ടല്ലോ. ഒരു ദേശീയകാലത്തിൽ നിന്നാണ് തുടക്കം. ഒരു ദേശീയകാലത്തിൽ തുറക്കുന്നു, നെല്ലിക്കറുണ്ട് പോകുന്നു, കാണുന്നു. അപ്പോൾ അതിന്റെ ഭ്രാന്തിന് വിട്ട് വന്ന് കയറുന്നു. അപ്പോൾ അവിടെ ഭാര്യ സീരിയൽ കാണുന്നു, അടിയാകുന്നു. സഹോദരനെ വിളിക്കാൻ വേണ്ടി ഫോൺ എടുക്കുന്നു, സംസാരിച്ചു വേണ്ടിക്കുമ്പോൾ ചാർജ് ചെയ്തിരുന്നു, റീചാർജ് ചെയ്യാൻ പോകുന്നു, അടി. അവിടുത്തെ സത്യം പറഞ്ഞ പ്രതികാരം അവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എങ്ങനെയാണ് സമയം ഈ സാധനങ്ങൾ ഇങ്ങനെ കണക്ട് ചെയ്യുന്നത്? ഇത് നമുക്ക് അറിയാവുന്ന ഒരു ടെക്നിക്കായിരുന്നു ബട്ടർഫ്ലൈ എഫക്ട് എന്നൊക്കെ ആൾക്കാർ പറയാറുള്ളത് തന്നെ. ഒരു സംഭവം മറ്റൊരു സംഭവത്തിലേക്ക് ലീഡ് ചെയ്യുന്നു. ആദ്യം ഞങ്ങളുടെ കയ്യിൽ ഐഡിയ ഉണ്ടായിരുന്നത് പെട്ടെന്നുള്ള ഒരു അടിയാക്കാൻ വേണമെങ്കിൽ ഒരു ആധാർ കാർഡിന് നിൽക്കുമ്പോൾ ഒരു ക്യൂ ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഒരു അടിയായി മാറുന്നു. പെട്ടെന്ന് തന്നെ ആൾക്ക് സർപ്രൈസ് ചെയ്യിച്ചുകൊണ്ട് അടിയായി മാറാം. അല്ലെങ്കിൽ ഇങ്ങനെ ചെയിൻ റിയാക്ഷൻ പോലെ വരാം. അത് ടഫാണ്. ഇപ്പം ഞാൻ പോത്തോണ്ട് ചോദിച്ചു എന്താണ് ഒരു വഴിയുണ്ട്, ഈസി വഴിയുണ്ട്, ടഫ് വഴിയുണ്ട്. ടഫ് വഴിയാണെങ്കിൽ നമ്മൾ പരാജയപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം അപ്പോൾ നമ്മൾ എഴുതി നോക്കുക, നമുക്ക് എന്തായാലും പിടിച്ചു നോക്കുക. അപ്പോൾ ഈ പലപ്പോഴും ഡയറക്ടറുടെ കോൺഫിഡൻസ് ഒക്കെ വലിയ ഘടകമാണ്. കാരണം ഇത് അയാൾ കൺവിൻസ്ഡ് ആയിരിക്കണം. അയാളാണ് ഇത് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. എന്നെക്കാളും കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് പുള്ളിയാണ്. ഞാൻ കൂടെ ഉണ്ടായിരിക്കും, പക്ഷെ എന്നാലും ഫൈനലി അയാളുടെ മുഖത്തായിരിക്കും ഏറ്റവും കൂടുതൽ പ്രഷർ വരിക. അപ്പോൾ ഞാനങ്ങനെ ചോദിച്ചു. അപ്പോൾ പോത്തൻ ഭയങ്കര പോസിറ്റീവായിട്ട് നമുക്ക് അങ്ങനെ തന്നെ എടുക്കാം, അങ്ങനെ തന്നെ എഴുതുവന്നപ്പോൾ വലിയ കുഴപ്പമില്ല. പിന്നെ ആക്ടേഴ്സ് പെർഫോം ചെയ്ത് വന്നപ്പോഴത്തേക്കും ദേശീയഗാനം നമുക്ക് ഈ പെട്ടെന്ന് നമ്മൾ ഈ സ്കൂളിലേക്ക് പോകും. നമ്മളിത് ഇറങ്ങി ഓടാൻ സിബ് തുറക്കുന്നു, ടീച്ചർ നോക്കുന്നു, സിബ് ഇടുന്നു, പിന്നെ ഓട്ടം മേള് ഭയങ്കര ഈ കാണുന്നവരെല്ലാം ഓർത്ത് ചിരിച്ച ഒരു സീനായിരുന്നു. നമ്മൾ നേരെ തിരിച്ച് കുമ്പളങ്ങിയിട്ട് വന്നാലും ഇതുപോലെ ഈ ചിരിപ്പിക്കാൻ വേണ്ടി അങ്ങനെ ആളുകൾ ചിരിപ്പിച്ച് അടങ്ങുമെന്ന മട്ടിലുള്ള സീനുകളൊന്നുമില്ല. പക്ഷെ പല സീനുകളും കണ്ടിട്ട് ആളുകൾ ഭയങ്കരമായിട്ട് തിയേറ്റർ റെസ്പോൺസ് ചെയ്യുന്നുണ്ട്. ഈ ബേബിമോള് ഇപ്പം യേശു നമുക്കറിയാത്ത ആളൊന്നുമല്ലല്ലോ എന്ന് പറയുമ്പോൾ ആളുകൾ ചിരിക്കുകയാണ്, ആളുടെ ചിരി വരികയാണ് പെട്ടെന്ന്. ഡയലോഗുകൾ സത്യം ഈ മനുഷ്യന്മാർ സംസാരിക്കുന്ന ഭാഷയിലേക്ക് ഈ ഡയലോഗുകൾ കൊണ്ടുവന്നതൊരു ഒരു വലിയ കാര്യമാണ്. നമ്മൾ തിയേറ്ററിൽ വരുന്നത് നമ്മൾ ഈ ആളുകൾ തങ്ങൾ സംസാരിക്കണം നമുക്കൊരു സന്തോഷം. നമുക്ക് അറിയാവുന്ന ഭാഷയിലും അറിയാവുന്ന സ്ലാങ്ങിലും ഒക്കെയാണ് അവർ സംസാരിക്കുക എന്നുള്ളത്. അതൊരു ഇപ്പം ഇടുക്കി ഗോൾഡ് എഴുതുന്ന കാലത്തായാലും അതിന് മുമ്പ് നമ്മൾ സോൾട്ടർ പേപ്പർ എഴുതുന്ന കാലത്തായാലും ഇതിങ്ങനെ മനുഷ്യന്മാർ സംസാരിക്കുന്ന ഭാഷയിലായിരിക്കണം ഡയലോഗുകളും തീരുമാനിച്ചതാണ്. ഭയങ്കര ആ സമയത്തുള്ള സിനിമകളിൽ അന്ന് ഞങ്ങളുടെ കോൺഫിഡൻസ് എൻ്റെ ദിലീഷ് നായർ എന്താ വെച്ചാൽ അന്ന് നിലവിൽ വന്നിരുന്ന 80% ചിത്രങ്ങളെക്കാളും നന്നായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. നമ്മൾ ഭയങ്കര എഴുത്തുകാരായുണ്ട്, പക്ഷെ നിലവിൽ വരുന്നതിനേക്കാളും ഭേദമാണെന്നുള്ളതായിരുന്നു. അപ്പോൾ അന്നത്തെ സിനിമകളിൽ ഞങ്ങൾക്ക് ഏറ്റവും കല്ലുകൂടിയായിട്ടുണ്ടായിരുന്ന ഈ ഡ്രാമാറ്റിക് ഡയലോഗ്സ് ആണ്. നമ്മൾ തിയേറ്ററിൽ കാണരുതെന്ന് ആഗ്രഹിക്കുന്ന സ്ഥലങ്ങൾ നമ്മുടെ സിനിമയിൽ ഉണ്ടാവരുതല്ലോ. മനഃപൂർവ്വം കോൺഷ്യസ് ആയിട്ട് ഞങ്ങളുടെ എഫേർട്ട് എടുത്താൽ ഡയലോഗ്സ് കാഷ്വൽ ആയിരിക്കണം. എല്ലാവരും അവരവരുടെ യുക്തിയിൽ നിന്ന് സംസാരിക്കണം, അവരുടെ എഡ്യൂക്കേഷനിൽ നിന്ന് സംസാരിക്കണം, അവരുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് സംസാരിക്കണം. ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ക്യാരക്ടറുകൾക്ക് നിലപാടുണ്ടാവണം. നമുക്ക് പേഴ്സണാലിറ്റി മാറിപ്പോകരുത് കുറച്ച് കഴിയുമ്പോൾ. ചില ആൾക്കാർ ചില ഒരു സീനിൽ സംസാരിക്കുന്ന ബുദ്ധിയെല്ലാം അടുത്ത സീനിൽ ഇത് ഞങ്ങൾ കോൺഷ്യസ് ആയിട്ട് സൂക്ഷിച്ചിരുന്ന ഒരു ക്യാരക്ടർഗ്രാഫ് ഉണ്ടായിരുന്നു. ഞാനും ദിലീഷ് നായരും അതിനകത്ത് പങ്കാളിയാൻ ഞങ്ങൾ ഒരുമിച്ച് കോൺഷ്യസ് ആയിട്ടൊരു എഫർട്ട് എടുത്തതാണ്. ഒരു കഥയിലേക്ക് പോകുന്നത് എങ്ങനെയാണ്? എനിക്ക് കൃത്യമായിട്ട് അങ്ങനെ അനലൈസ് ചെയ്തിട്ടില്ല എന്താണ് എനിക്ക് വർക്കാവുന്ന. ഒരുപാട് കാര്യങ്ങൾ കൂടിച്ചേർന്നിട്ടാണ് ചിലപ്പോൾ ഒരു സിനിമ. ഞാനതാണ് ചോദിക്കുന്നത്. കാരണം ഒരു കഥയ്ക്കകത്ത് ഇങ്ങനെ കണക്ട് ചെയ്ത് പല സ്ട്രെയിറ്റ് ആയിട്ടൊരു കഥ അങ്ങനെ പറഞ്ഞു പോക്കല്ലോ. അതിനകത്ത് ഒരുപാട് എലമെന്റ്സ് അവിടെ നിന്ന് കണക്ട് ചെയ്ത് പോകുന്നുണ്ട്.
അങ്ങനെ ഒരു കഥ ഈ ഞാൻ വീക്കെൻ ഫാനൊക്കെ ആയതുകൊണ്ട് എനിക്ക് 3 ഡൈമെൻഷണൽ സ്റ്റോറി ടെല്ലിംഗ് ഭയങ്കര ഇഷ്ടമാണ്. ഒരു സന്ദർഭത്തിന് 3-4 അർത്ഥം ഉണ്ടാവും. അതൊക്കെ ഞാൻ ഭയങ്കര ഇന്റലിജന്റ് ആകാൻ വേണ്ടി ചെയ്യണതല്ല, ഇഷ്ടമുള്ളതുകൊണ്ട് നമ്മൾ ട്രൈ ചെയ്യുന്നതാണ്. പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞു സിനിമയിൽ. പക്ഷെ ഇനി എന്തുണ്ട് നമുക്ക് ഉപയോഗിക്കാനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് സീനിന്റെ എന്നുള്ള കാര്യം എപ്പോഴും ആലോചിക്കാറുണ്ട്. ഒരു സീൻ എഴുതി കഴിഞ്ഞു 2011 വരുന്നത് സിനിമയിലേക്കൊരു അങ്ങനെ ഒരു സാൾട്ടൻ പേപ്പറായിട്ട് വരുന്നു. സാൾട്ടൻ പേപ്പർ ഭയങ്കര വേറെ തരം സിനിമയാണ് പറഞ്ഞു വെച്ചത്. നമ്മൾ അതുവരെ കണ്ട് ശീലിച്ചിട്ടില്ലാത്തൊരു സിനിമയായിരുന്നു. ഈ ഒരു യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? ഈ ഇതുവരെയുള്ള ഒരു യാത്ര ഭയങ്കര രസമുള്ള യാത്രയാണ്. തീർച്ചയായിട്ടും ഭയങ്കര രസമുള്ള യാത്രയാണ്. ഇപ്പോൾ ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റും നല്ല നല്ല ആൾക്കാർ, നല്ല കോറേറ്റേഴ്സ് എനിക്കുണ്ടായിട്ടുണ്ട്. ഞാൻ അവരെയാണ് ഭയങ്കര സീരിയസ് ആയിട്ട് കാണുന്നത്. സജീവേട്ടനായാലും, ഗോപൻ ചിദംബരമായാലും, ദിലീഷ് നായരായാലും, അഭിലാഷ് കുമാർ ആയാലും, മുനീർ അലി ആയാലും, എം മുകുന്ദന്റെ ഒരു ഷോർട്ട് സ്റ്റോറി ഞങ്ങൾ സേതുലക്ഷ്മി എം മുകുന്ദനും എന്റെ കോറേറ്ററാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഭയങ്കര രസമുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള പേഴ്സണാലിറ്റികളുമായിട്ട് ക്രിയേറ്റീവ് സ്പേസ് ഷെയർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ അത് ഭയങ്കര ക്യൂരിയസ് ആയിട്ട് ഇവരുടെയൊക്കെ പേഴ്സണാലിറ്റിയും ഇവരുടെയൊക്കെ വിഷനും ഒക്കെ ഞാൻ ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. അതൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഡയലോഗുകളിലാണ് ശ്യാമു സ്പെഷ്യലൈസ് ചെയ്തേക്കുന്നത്. പല ഇപ്പൊ ഈ വിഷ്വൽ റൈറ്റിംഗ് ആണ് വേണ്ടത്. നമ്മൾ ആദ്യം തന്നെ പഠിക്കും. വെർബോസ് കുറയ്ക്കുക, സംഭാഷണങ്ങൾ കുറയ്ക്കുക, വിഷ്വൽ റൈറ്റിംഗ് ഞാൻ എപ്പോഴും ട്രൈ ചെയ്യുന്ന അതിനാണ്. അപ്പൊ നമ്മൾ ഡയലോഗും കൂടെ മോശം എന്ന് കരുതി ഈവൻ വല്ലാണ്ട് വിഷ്വൽ ശ്രദ്ധിച്ച് ഡയലോഗ് മോശമാക്കേണ്ട. വെർബോസും ഇമ്പോർട്ടൻ്റ് ആണ്. വെർബോസും ഒരു ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഞാൻ ഇങ്ങനെ ആൾക്കാർ പറയുന്ന നല്ല നല്ല വൺ ലൈനേഴ്സ് നോക്കി വെക്കാറുണ്ട്. എത്ര ആൾക്കാർ ഭയങ്കര രസമായിട്ട് ചായക്കടയിൽ സംസാരിക്കാറുണ്ട്. ഒരു ഉദാഹരണം പറയാൻ ചേട്ടാ, കഴിഞ്ഞ ദിവസം ഒരാൾ കടയിൽ നിന്ന് സംസാരിക്കുകയാണ്. പുള്ളിക്കൊരു വീട് വാഗമണിലുണ്ട്, ഒരെണ്ണം പനമ്പള്ളി നഗറിലുണ്ട്. പുള്ളി പറയുന്നത് ഞാൻ വാഗമണിലെ വീട്ടിലാണ് നിൽക്കാറുള്ളത്. കാരണം പുള്ളി പറയുന്നത് 1-2 ഡിഗ്രി അല്ല 20 ഡിഗ്രിയാണ് വ്യത്യാസം. ഇതൊരു വൺ ലൈനറാണ്. ഇത് നാട്ടുകാർ പറയാറുണ്ട്, നമ്മുടെ കൂട്ടുകാരൊക്കെ പറയാറുണ്ട് ഇങ്ങനത്തെ വൺ ലൈനേഴ്സ്. അപ്പൊ ഇത് മറക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എഴുതി വെക്കുക, അല്ലെങ്കിൽ വോയിസ് നോട്ട്, ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്. ഏത് ഇൻട്രസ്റ്റിംഗ് വ്യക്തിത്വങ്ങളെ പരിചയപ്പെട്ടാലും അവരുടെ സ്റ്റൈൽ എന്താണെന്ന് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. എന്നിട്ട് നമ്മുടെ സുഹൃത്തുക്കളോട് ഡിസ്കസ് ചെയ്യും ഈ സ്റ്റൈലിനെ പറ്റിയിട്ട്. ഈ പ്രഹസനം എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ തീരുമാനിച്ചൊരു സന്ദർഭം എന്തായിരുന്നു? എന്ത് പ്രഹസനാണ് സജി? അപ്പൊ നമ്മൾ ആദ്യം കേൾക്കുമ്പം ഇതെന്താണെന്ന് മനസ്സിലായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് സൗബിൻ തിരിഞ്ഞൊരു പ്രഹസനം, അവിടെയാണ് അതിന്റെ ഒരു സാധനം വർക്ക് ചെയ്തത് അല്ലേ? അത് സൗബിനെ കൊണ്ട് ചോദിപ്പിക്കാൻ തീരുമാനിച്ചൊരു മുഹൂർത്തം എന്തായിരുന്നു? അല്ല, ഒന്നുമില്ല. അവരുടെ ഫാമിലി അവരുടെ എങ്ങനെയാണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മൾ ആദ്യത്തെ സീൻ കൊണ്ട് ഉദ്ദേശിച്ചത്. 3 പേരുടെ ക്യാരക്ടേഴ്സ് കിട്ടുക, എന്താണ് ആ ഫാമിലിയുടെ അവസ്ഥ, അവൻ ചിക്കൻ ബോക്സ് ആണെന്ന് പറഞ്ഞ് ഒഴിവാക്കുന്ന വീടിന്റെ അവസ്ഥ എന്താണ്. അപ്പോൾ അതാണ് ഉദ്ദേശിച്ചിരുന്നത്. സജിയുടെ ക്യാരക്ടർ ഭയങ്കര ഇമോഷണലാണ്. തുടങ്ങുമ്പോഴേ തന്നെ ഇമോഷണലാണ്. നിസ്സാര കാര്യത്തിന് കരയും, അങ്ങനത്തെ ചേട്ടനാണ്. അപ്പോൾ അതെനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഞാനിങ്ങനെ നമ്മൾ ആ സീനായിട്ട് എല്ലാവരുമായിട്ട് നമ്മൾ അഭിനയിച്ച് നോക്കുകയും അങ്ങനെയാണല്ലോ എഴുതുന്നത്. അപ്പോൾ പുള്ളി ഇങ്ങനെ എഴുതി കത്തിച്ചപ്പോൾ എനിക്ക് അങ്ങനെ പറയാൻ തോന്നി. ശ്യാംപുഷ്കറിന്റെ സിനിമകൾ ശ്രദ്ധിച്ചാൽ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, പ്രോമിനൻസ് കൊടുക്കുന്ന, സ്പേസ് കൊടുക്കുന്ന സിനിമകളാണ്. അതിൻ്റെ ഒരു ടെക്നിക്ക് ബോധപൂർവം തന്നെ ബോധപൂർവമാണ്. ഇപ്പൊ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള സ്ത്രീകളാണല്ലോ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുക. അവരൊക്കെ നല്ല രസമുള്ള സ്ത്രീകളാണ്. അവർ തമാശ പറയുന്ന അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കര രസമുള്ള സ്ത്രീകളാണ്. അപ്പോൾ ഞാൻ കോൺഷ്യസ് ആയിട്ട് കുറച്ച് എഫേർട്ട് എടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ മലയാള സിനിമയിലും വേൾഡ് സിനിമയിലൊക്കെ ഈ പെൺ ക്യാരക്ടേഴ്സിന് വേണ്ടിയിട്ട് അധികം ആലോചിക്കാറില്ല. അവർക്ക് കുറച്ച് സീൻസ് കൂടുതൽ കൊടുക്കാറില്ല. അവരെ പറ്റി ക്യാരക്ടേഴ്സ് അണ്ടർ റിട്ടൺ എന്നാണ് പറയുക, എഴുതിയിട്ടില്ല കറക്റ്റായിട്ട്, പിന്നിൽ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടെ അവരുടെ ഭാഗത്തു നിന്ന് ആലോചിക്കാം. അത് അങ്ങനെ ഒരു കോൺഷ്യസ് എഫേർട്ട് എൻ്റെ ഉള്ളിലുണ്ട്. കാരണം ഹീറോയ്ക്ക് ഇതിനും മാത്രം സീൻസ്, ഹീറോയിന് 1-2 സീൻ എന്ന് പറയുന്നത് നമ്മൾ 2-3 പാട്ടിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ടല്ല വിളിക്കുന്നത്. അപ്പോൾ കോൺഷ്യസ് ആയിട്ടൊരു എഫേർട്ട് അവരുടെ ക്യാരക്ടർ നന്നാക്കാൻ. ബോൾഡ് എന്നല്ല ചേട്ടാ, ബോൾഡ് ക്യാരക്ടർ പക്ഷെ അവർക്ക് കൊടുക്കുന്ന അവർക്ക് സ്പേസ് സ്ഥലമുണ്ട്. അവർക്ക് സിനിമയിൽ വളരെ കൃത്യമായ സ്പേസ് ഉണ്ട്. അപ്പം ഇതിനകത്തായാലും ആ ബേബി മോള് ക്യാരക്ടറായാലും ബേബി മോളുടെ ഭാഗത്തിന്റെ ഭാര്യയായിട്ട് വരുന്ന കുട്ടികളായാലും അവർക്കൊരു സ്പേസ് വളരെ കൃത്യമായിട്ട് ശ്യാമ അടയാളപ്പെടുത്തുന്നുണ്ട്. ഇവിടെ ചോദിക്കുന്നത് അതൊരു ഒരു ഒരു കോൺഷ്യസ് ആയിട്ടുള്ള ആലോചനയാണ്. ഫഹദിനും സൗബിനും പെർഫോം ചെയ്യാൻ എത്ര സമയം ഞാൻ ആലോചിക്കുന്നു, അത്ര സമയം തന്നെ ഈ സ്ത്രീകൾക്ക് വേണ്ടി ആലോചിക്കും. കൂടുതലല്ല, സൗഹൃദത്തിനിടയിലാണെന്ന് തോന്നുന്നില്ല ഈ സിനിമ ഉണ്ടാകുന്നതും ഈ സിനിമ മുഴുവൻ വർക്കൗട്ട് ചെയ്യുന്നതും ചർച്ച ചെയ്യുന്നതും. അങ്ങനെ ഒരു വലിയൊരു ഒരു സ്ട്രെങ്ത് ഉണ്ട്. തീർച്ചയായിട്ടും നമ്മൾ കൺസൾട്ട് ചെയ്യാറുണ്ട്. എല്ലാവർക്കും പുതിയ കഥ കിട്ടുമ്പോൾ പണ്ട് ഇവര് ഭരത് സാർ, പത്മരാജനും, KG ജോർജും, അരവിന്ദനും, ഞാൻ അവരുമായിട്ട് ഞങ്ങൾ കമ്പയർ ചെയ്യല്ല. അവരുടെ ടെക്നിക്ക് ഞാൻ കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ടുള്ളത് ഇവർ ഐഡിയ കിട്ടിയ പരസ്പരം പറയുമായിരുന്നു.
അപ്പോൾ പരസ്പരം സംസാരിക്കും. ഡെന്നിസ് ജോസഫ് ഇപ്പോൾ കഴിഞ്ഞ ഇന്റർവ്യൂവിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവർ പരസ്പരം സംസാരിച്ചിട്ട് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര രസമുള്ള വിഷനിലേക്ക് നമ്മൾ എത്തും. നമുക്ക് ഭയങ്കര ഈഗോയിസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പുറത്താവാം. നമ്മൾ എത്ര ലെസ് ഈഗോയിസ്റ്റിക് ആണോ നമുക്ക് കൂടുതൽ തുറന്നിരിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഭയങ്കര രസമുള്ള, ഇപ്പോൾ ബിജിബാൽ, ഞാൻ എന്ത് കഥ കിട്ടിയാലും പറയാനുള്ള ഒരാളാണ്. ഭയങ്കര രസമുള്ള, എന്നെക്കാളും മാനവികതയുള്ള ഐഡിയകൾ തിരിച്ചിങ്ങോട്ട് പറയാറുണ്ട്. ഒരു ഷൈജു ഖാലിദ്, നമുക്ക് എന്ത് പറയാവുന്ന ഒരാളാണ്. ഭയങ്കര ബ്രൂട്ടലി ഹോണസ്റ്റ് ആയിട്ട് നമ്മളെ അഭിപ്രായം പറയും. അങ്ങനെയുള്ള സുഹൃത്തുക്കൾ നമ്മൾ കളയരുതല്ലോ. ഓണസ്റ്റ് ആയിട്ടുള്ള കുറച്ച് സുഹൃത്തുക്കളേ ഉള്ളൂ. പിന്നെ നമ്മൾ കുറച്ച് എഴുതി സിനിമാക്കാരനൊക്കെ പറയുമ്പോൾ ആൾക്ക് സത്യം പറയില്ല. നമ്മൾ കളർ ഇങ്ങനെ വാരി എന്തൊരു സ്ക്രിപ്റ്റിലൊക്കെ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ക്യാമറമാൻ ആണ് ശരിക്കും. പോത്തനെ ആ ഒരു സീനിൽ കൊണ്ടുവന്ന് പൈസ ലാഭിക്കാനാണോ? അത് എന്താന്ന് വെച്ചാല് ഒരു ഭയങ്കര ആക്ടർ വേണ്ടായിരുന്നു വെച്ചാൽ അയാളുടെ റിയാക്ഷനിലാണ് ഇയാളുടെ വ്യത്യാസം നമ്മൾ അറിയുക. അപ്പോൾ പോത്തൻ അവിടെ അടുത്തുണ്ടായിരുന്നു. എനിക്ക് ഇത് അഭിനയിച്ച് ഒരു ആക്ടർ തന്നെ ചെയ്തില്ലെങ്കിൽ അത് വർക്കാവില്ല എന്ന് ഉറപ്പായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇത്തിരി ആൾക്കാർ പെട്ടെന്ന് ഡിറ്റാച്ച്ഡ് ആവും, ഇയാളിപ്പോൾ ഇങ്ങനെ കുമ്പളകയിൽ വിചാരിക്കും. പക്ഷെ അത് തിരിച്ചു വരുമെന്ന് ഉറപ്പായിരുന്നു. പക്ഷെ ഒരു ആക്ടർ വേണം എന്നുള്ള കാര്യത്തിലായിരുന്നു ഞങ്ങൾ ഉറപ്പിച്ചത്. ആ തല്ലും കൂടിയിട്ട് സൗമിൻ്റെ ഒരു നിപ്പും ഒരു ഓട്ടമുണ്ട്. എന്ത് തരം ഭാവമാണെന്ന് നമുക്ക് അങ്ങനെ എക്സ്പ്രസ് നമുക്കങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ അതൊരു വല്ലാത്ത നിപ്പും അല്ലെ, എവിടെയോ സന്തോഷമായി, എന്തോ ഒരു ചെറിയൊരു ചിരിയും ഒക്കെ ആയിട്ടൊരു ഒരു ഭയങ്കര സാധനം. പുള്ളി അപ്പൊ സ്വയം ഹേർട്ട് ചെയ്യുന്ന പറഞ്ഞൊരു സമയമാണ്. സതി കുട്ടിയെ കൊണ്ട് സൗമിന്റെ വീട്ടിലേക്ക് വരുമ്പോൾ, സജിന്റെ വീട്ടിലേക്ക് വരുമ്പോൾ നീല ഡ്രസ്സ് വെള്ള ഷാളും, അത് അങ്ങനെ ഒരു വേഷം പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ശ്യാം എഴുതിയിട്ടുണ്ടായിരുന്നു, നീല ഡ്രസ്സ് വെള്ള ഷാള്. അത് മാത്രമല്ല അവരുടെ വീട്ടിൽ മാതാവിന്റെ ഫോട്ടോ ഞങ്ങൾ ആ പെൺകുട്ടിയെ കണ്ട് വരച്ചതാണ്. ഓ അത് ശരി. അപ്പൊ അങ്ങനെ ഒരു കണക്ട് ആൾക്കാർക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ആ വരവിന്റെ ഒരു ദൈവികത ഭയങ്കര കാണാൻ, ആ ഫ്രെയിം ഭയങ്കര, ഞാനത് പറഞ്ഞു. കാരണം ഈ സജിയുടെ മുഖത്തും അതുപോലെ സജിയുടെ മുഖത്തും അടിക്കുന്ന ഒരു വെളിച്ചമാണ്, അസാധ്യ വെളിച്ചമാണ്. ആ ഈ സിനിമയ്ക്ക് കൊടുക്കുന്ന പൈസ മുതലാവുന്ന ഒരു ഷോർട്ടാണ് നമ്മൾ കൊടുത്ത കണ്ട് തൃപ്തിയായി. കൊടുത്ത പൈസ മുതലായി നമുക്ക് തോന്നുന്ന ഒരു ഷോർട്ടാണ്. ഹിറ്റാക്കിയേക്കാൻ നമുക്ക് തോന്നി. അയ്യോ, ഈ ഷൈജുവിന്റെ ഒരു എഫർട്ട് അതായിരുന്നു തോന്നുന്നു സിനിമയിലൂടെ. കാരണം ഈ നൈറ്റ് ഷോട്ട്സ് ഒക്കെ ഭയങ്കര ഗംഭീരമായിട്ട് എടുത്തിട്ടുണ്ട്. ഈ ഫിൽറ്റർ നൈറ്റ് ആക്കുന്ന പരിപാടി പുള്ളിക്ക് ഇല്ലാന്ന് തോന്നുന്നു. ഇല്ല അത് കഷ്ടപ്പെട്ട് തന്നെ പുള്ളി ലൈറ്റ് ഒക്കെ വെച്ച് ഷൂട്ട് ചെയ്യാണ് പതിവ്. ഫിൽറ്റർ ഇട്ടാക്കില്ല. കാരണം അതിന്റെ എഫർട്ട് ഈ കംപ്ലൈന്റ് നൈറ്റ്സ് എന്ന് പേര് വന്നിട്ട് നൈറ്റ്സ് നന്നായില്ലെങ്കിൽ ഭയങ്കര നമുക്കാണ്. ചെറിയൊരു സിനിമയാണ് സത്യം പറഞ്ഞാൽ, അല്ലേ? വളരെ ചെറിയൊരു സിനിമ. പക്ഷെ അതിന്റെ എനിക്ക് തോന്നുന്നു ഇത്തരം ഡീറ്റെയിലേക്ക് ശ്യാമ ഭയങ്കര രസമായിട്ട് പോയത് കൊണ്ടാണ് ആളുകൾക്ക് പടം ഇവർ ആരൊക്കെയാണ് എന്താണെന്ന് ഓരോ മനുഷ്യരെയും പടത്തിൽ ഓരോ മനുഷ്യരും ഇവർ ആരാണ് എന്താണെന്ന് വളരെ കൃത്യമായിട്ട് ശ്യാമ അതിനകത്ത് ഇങ്ങനെ എണ്ണി പറഞ്ഞിട്ടുണ്ട്. ഇവർ 4 പേരെന്താണ്, ബാക്കി ഇവരുടെ കൂടെ വരുന്ന കഥാപാത്രങ്ങൾ എന്താണ്, എല്ലാവർക്കും ഒരു പേര്, ആരും അപരിചിതരില്ല, അല്ലേ? ഒരു സീനിൽ വന്നു പോകുന്ന ജപ്പാ കുഞ്ഞിനടക്കം ഒരു പേരിട്ടിട്ടാണ് ശ്യാമ പടത്തിൽ വിട്ടേക്കുന്നത്. വേറെ പേര് കൊടുക്കാൻ ഞാനത് കാര്യമായിട്ട് ആരും എല്ലാവർക്കും പേര് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ആയിരിക്കും തോന്നുന്നത് ഇങ്ങനെ ഡീറ്റെയിലേക്ക് പോയി ആളുകളൊരു ടെക്നിക്ക് സിനിമ കാണുമെന്ന് ശ്യാം ഉറപ്പിക്കുന്നത് അവിടെയാണ്. ഇതുവരെ കാണുമെന്ന് ഉറപ്പിക്കുന്നത്. നമ്മളുടെ എനിക്ക് ഭയങ്കര പുറത്തേക്ക് വലുതാകുന്നതിനേക്കാൾ നല്ല അകത്തേക്ക് വളരാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. കുറച്ചുകൂടി നമ്മളുടെ പവറും നമ്മളുടെ സ്റ്റോറി KG ജോർജ് സാർക്ക് ചെയ്തിരിക്കുന്നതാണ്. ഭയങ്കര ഇന്റേണൽ ഗ്രോത്ത് ആണ് ഞാൻ പറയുന്നത്. അങ്ങനെയാണ് ആൾക്കാർ ഡീറ്റെയിൽ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇരകളൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ, നമുക്ക് ചിലപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് തോന്നും. തിലകൻ ചേട്ടൻ്റെ ക്യാരക്ടർ ഉണ്ടാക്കിയിരിക്കുന്നത്, സുകുമാരൻ ചേട്ടൻ്റെ ക്യാരക്ടർ ഉണ്ടാക്കിയിരിക്കുന്നത്, ഗണേശന്റെ ക്യാരക്ടർ ഉണ്ടാക്കിയിരുന്നത്, അപ്പുറത്തെ വീട്ടിലെ പയ്യൻ, പെണ്ണ്, ശ്രീവിദ്യ, ആദാമിന്റെ വാരിൽ കാണുമ്പോൾ ചില കാര്യങ്ങൾ ചെയ്തിരുന്നു. ഇതാണ് നമ്മളെ എക്സൈറ്റ് ചെയ്യിക്കുന്നത്. കാരണം അത്ര ഡീറ്റെയിലേക്ക് പോയി സാറൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് കാണുമ്പോൾ നമ്മൾ ആഗ്രഹം ഇതുപോലത്തെ പടം എന്തെങ്കിലും ഉണ്ടാക്കണം എന്നുള്ളതാണ്. അത് ഈ കളക്റ്റീവ് എഫേർട്ട് ഇപ്പോഴാണ് കുറെ കൂടെയൊക്കെ ഐഡന്റിഫൈ ചെയ്യപ്പെടുന്നത് തോന്നുന്നു. നമ്മൾ പണ്ടേ ശ്രമിക്കുന്നുണ്ട്, ഇപ്പോഴാണ് ഒരുവിധം ലോക്കൽ കഥാപാത്രങ്ങളിലേക്ക് ഇറങ്ങി എന്നുള്ള ഷാമിന് വേറൊരു വൈബ്രൻസ് ഉണ്ടായിരുന്നു, വേറൊരു വൈബാന്ന് തോന്നുന്നു. ഈ മഹേഷ് എഴുതുമ്പോഴും ഇടുക്കിയുടെ ഒരു ഭയങ്കര കുമ്പളങ്ങി എഴുതുമ്പോഴും അങ്ങനെ അവരോടൊരു പ്രത്യേക ഇഷ്ടമുണ്ടോ ഷാമിന്? ഈ തനി നാട്ടും പുറത്തുകാരോട് അങ്ങനെ ഒരു സാധനം ഉണ്ടോ? അപ്പൊ ഈ ഇടുക്കിയിലേക്ക് നമുക്ക് ചെല്ലുമ്പോൾ എനിക്ക് താല്പര്യമുണ്ട് ചേട്ടാ. എന്താ വെച്ചാൽ ഇപ്പൊ മായാനദി ഭയങ്കര അർബനായിട്ടുള്ളൊരു കഥയും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെയുള്ള എക്സ്പെരിമെന്റ് തീം അനുസരിച്ച് നമ്മൾ മാറ്റും. പക്ഷെ എന്നാലും ഇടുക്കിയിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ ചായക്കടയിൽ ഇരിക്കുവാണെങ്കിൽ സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ വരെ ഷെയർ ചെയ്യാൻ ഒരു മടിയില്ല ചില ആൾക്കാർക്ക്. ഇവനും കൊണ്ട് എന്താ ഇവൻ എന്ത് ചെയ്യാൻ പോണു തന്നെ, അങ്ങനത്തെ ഒരു ആൾക്കാർ പെട്ടെന്ന് ഓപ്പണപ്പ് ആവും.
അത് ഭയങ്കര സന്തോഷമാണ്. സിനിമാക്കാരൻ എന്ന പേരുണ്ട് സിനിമാക്കാരൻ. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ആൾക്കാർ ചെറുതായിട്ട് അഭിനയിക്കാൻ തുടങ്ങും. പക്ഷെ ആൾക്കാർ കുറച്ചു നേരം കഴിയുമ്പോൾ അവർ മറന്നുപോകും. ഭയങ്കര അടുക്കും. കുമ്പളക്കാരൻ എനിക്ക് നേരത്തെ സജീവ് വഴി പരിചയം ഉണ്ടായിരുന്നു. അങ്ങനത്തെ ചങ്കാണ് എല്ലാവരും. നമ്മുടെ കല്യാണ വീട്ടിൽ തലേദിവസം ചെല്ലുമ്പോൾ അറിയാൻ സ്നേഹം. ഞാൻ കാരണം ഈ മായാനദി ഈ പറഞ്ഞ പോലെ ഇപ്പം റാണി പത്മിനിയായ പോലും അത് വേറൊരു ട്രാക്കിൽ നിൽക്കുന്ന ഒരു കഥയാണ്. പക്ഷെ ശ്യാമിനെ നമ്മൾ ഭയങ്കര ഇഷ്ടപ്പെടുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ മഹേഷ് കാണുമ്പോഴും അതുപോലെ തന്നെ കുമ്പളങ്ങ കാണുമ്പോഴും ശ്യാമ് വേറൊരാളായിട്ട് നിന്ന് എഴുതുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഭയങ്കരമായിട്ട് ഈ കഥാപാത്രം ഒരു എനിക്കറിയാവുന്ന കഥയാണ് ഇതൊക്കെ. കുറച്ചുകൂടെ എന്റെ സ്ട്രെങ്ത് ആയിട്ടുള്ള ഏരിയകളാണ്. അതാണ് ഞാൻ ഒറ്റയ്ക്ക് എഴുതാൻ തീരുമാനിക്കുന്നത്. എനിക്ക് അറിയാവുന്ന നാട്ടുകാര്, എനിക്കറിയാവുന്ന ഭൂപ്രദേശം, അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് ഞാൻ കോൺഫിഡന്റ് ആയിട്ട് പലപ്പോഴും എഴുതാൻ തയ്യാറായിട്ടുള്ളത്. ഇനിയിപ്പോ ഏത് ഗ്രാമത്തിലോട്ടാണ്, ഇനിയിപ്പോ ഈ സ്ഥലത്തോട്ടാണ് പോക്ക്? ശരിക്കും റഫീഖ് അഹമ്മദ് ഉണ്ടല്ലോ, ഒരു ചെറിയ നിസ്സാരം. റഫീഖ് അഹമ്മദ് ഇടുക്കിയിലെ സ്വീകരണം നടത്തി നമുക്ക് മഹേഷ് കഴിഞ്ഞിട്ട്. അപ്പോൾ പുള്ളി വന്നിട്ട് പറഞ്ഞത്, ഞാൻ ആദ്യം ഇടുക്കിയിലേക്ക് ട്രെയിൻ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. കട്ടപ്പനയിൽ വെച്ചിട്ടാണ് പ്രസംഗിക്കുന്നത്. അപ്പോൾ പുള്ളി ഞാൻ ഇടുക്കി വന്നിട്ടേ ഇല്ല. എന്നിട്ടാണ് ഇത്ര മനോഹരമായ ഒരു കവിത ഇടുക്കിയെ പറ്റി പുള്ളി എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇയാൾ എന്താണ് ഇങ്ങനെ പറയുന്നതെന്ന് വിചാരിച്ചു. ഒരു മര്യാദക്കെങ്കിലും ഞാൻ ഇടുക്കി വന്നിട്ടുണ്ട് എന്ന് പറയാമല്ലോ. ശരിക്കും ഒരു കവിക്കും ഒരു എഴുത്തുകാരനും അങ്ങനെ ഒരു പ്രാദേശികതയെ ഭയങ്കരമായിട്ട് പുൽകേണ്ട ആവശ്യമില്ല. പ്രാദേശിക കൂട്ടിപ്പിടിക്കേണ്ട ഭയങ്കര യൂണിവേഴ്സൽ ആയിട്ടുള്ള കഥയാണ്. ചില സ്ഥലങ്ങൾ നമ്മൾ സെറ്റിങ്ങുകൾ ആവശ്യമായി വരും കഥ പറയാൻ. അത് ഏത് നാട്ടിലെയും കഥ പറയുമ്പോൾ ആൾക്കാർക്ക് എനിക്കങ്ങനെ തന്നെ. റഫീഖ് പാട്ട് കേട്ടപ്പോൾ അയാൾ ഇടുക്കി പോയില്ലെങ്കിൽ എന്താ, ഒരു പ്രശ്നമില്ലല്ലോ. ഒരു കവിക്ക് ഇങ്ങനെ ഒരിടത്തും പോകണ്ട, യൂണിവേഴ്സൽ ആയിരിക്കും അയാൾ. അതുപോലെ തന്നെ ഞാൻ കഥാകൃത്തിന്റെ കേസിൽ വിചാരിക്കുന്നത് ഒരു പ്രാദേശികത ഉയർത്തിപ്പിടിക്കാനല്ല. ഇതിനകത്ത് നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഒരു ലോട്ടറിക്കാരനോട് പുള്ളി ചോദിക്കുന്നുണ്ട്, നമ്മുടെ നാട്ടിൽ വന്നിട്ട് നമുക്ക് കച്ചവടം ഇല്ലെന്നോ? അപ്പൊ മറ്റുള്ളവർ തിണ്ണമിടുക്കായിരിക്കും. തിണ്ണമിടുക്കല്ല ഇത്, ആ സ്ഥലത്തിന് ഉപയോഗിക്കുന്നതാണ് കൂടുതലായിട്ട്. ഈ എങ്ങനെയാണ് ഇപ്പം ഈ ഒരു യാത്രയാണോ അതിന് എന്തെങ്കിലും ഡൈവേർഷൻ ഉണ്ടോ എഴുത്തിൽ? അടുത്ത പടം തീർച്ചയായിട്ടും ഒരു പുതിയ ജോണറിൽ ചെയ്യണമെന്നാണ് ആഗ്രഹം ചേട്ടാ. കെ ജി ജോർജൊക്കെ ചെയ്യുന്നതിൽ ഓരോ ജോണറുണ്ടല്ലോ. ഇപ്പോൾ ആക്ഷേപഹാസ്യം ഉണ്ടോ, സറ്റയർ, ക്രൈം ത്രില്ലർ ഉണ്ടോ, എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനിയാണ് ബെസ്റ്റ് വർക്കുകൾ വരാനുള്ളത്. ബെസ്റ്റ് വർക്കുകൾ വരണം, അതാണ് ഈ വന്നൊന്നും ബെസ്റ്റ് അല്ല, ഇനി വരാനുള്ള ബെസ്റ്റാണ് സന്തോഷം. ബെസ്റ്റ് ഈസ് യെറ്റ് ടു കം. കുറച്ച് വേറൊരു വഴി കൂടുതൽ യാത്രയാവും അടുത്ത പടം എന്നാണ് ഞാൻ പറയുന്നത്. ഒരു സംശയമില്ല. ഇനിയിപ്പോ സാറ എന്ന് പറയുന്നു, സാറ സുഖമായിട്ടിരിക്കുന്നു. സാറ വൈറസിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ സാറ സുഖമായിട്ടിരിക്കുന്നു, സന്തോഷത്തിലാണ്, പടം ഹിറ്റായതുകൊണ്ട്. ഒരു ഭയങ്കര രസമുള്ളൊരു സുഖമുള്ളൊരു ചലച്ചിത്രാനുഭവം തന്നതിന് വളരെ നന്ദി. ഈ പറഞ്ഞ പോലെ അടുത്ത ട്രാക്കിൽ ശ്യാമിനെ വിശേഷിപ്പിക്കുന്ന പോലെ വലുത് വരാനിരിക്കുന്നുള്ളൂ എന്നതാണ്. വലുത് വരട്ടെ. എല്ലാ ആശംസകളും. താങ്ക് യു.